നിമിഷപ്രിയയുടെ വാർത്ത നമ്മൾ കേട്ടതാണ്. യമനിലെ ജയിലിൽ സന എന്ന സ്ഥലത്തെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത്. അവർക്ക് വധശിക്ഷയാണ് അവിടുത്തെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഈ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ ഡൽഹി ഹൈക്കോടതി നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യാത്രാനുമതി നൽകുന്നു. പ്രേമകുമാരി ഇന്ന് തിരുവനന്തപുരം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുംബൈക്ക് തിരിച്ചു. മുംബൈ വഴിയാണ് അവർ ഏതൻ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങും. അവിടുന്ന് കാർ മാർഗം 400 കിലോമീറ്റർ അപ്പുറമുള്ള ഈ സന എന്ന സ്ഥലത്ത് ജയിലിൽ പോകും. അവിടെ ജയിലിൽ ഉള്ള നിമിഷപ്രിയയെ കാണും. അവരുടെ യാത്ര തുടങ്ങിയ സമയത്തുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ അവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആണ് കൂടെയുള്ളത്. നിയമസഹായം നൽകുന്നത് സുഭാഷ് ചന്ദ്രനാണ്. എന്തായാലും യമനിൽ എത്തിക്കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രേമകുമാരി ചർച്ച തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ റെക്കോർഡ് ചെയ്ത ഒരു ഫ്ലവേഴ്സ് ഒരു കോടിയിലും നിമിഷപ്രിയയുടെ അമ്മ പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ അമ്മ മകളെ കാണാതായിട്ട് ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മുംബൈ വഴി അവർ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ചില സഹായങ്ങളൊക്കെ ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ഉത്കണ്ഠയാണ്. പ്രത്യേകിച്ച് യമനിലേക്ക് ഒരു സാഹചര്യം അത്ര എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറയൂ വിവരങ്ങൾ. ശ്രീകാന്ത്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ മുംബൈ വഴിയുള്ള അവരുടെ യാത്ര ശരിക്കും ഏറ്റവും വലിയ ദുസ്സഹമായ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ യമനുമായിട്ടുള്ള നമ്മുടെ നയതന്ത്ര ബന്ധമൊക്കെ ഒലഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഈ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അവിടേക്ക് സനയിലേക്ക് യാത്ര ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യാത്രയാകുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. മുംബൈയിൽ നിന്നാണ് അവരിനി യമനിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. യമനിലെ നമുക്ക് ഈ എംബസി സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. 2016 ശേഷം അവിടേക്കുള്ള യാത്ര അതീവ ദുഷ്കരവുമാണ്. അത് മാത്രമല്ല, ഇന്ത്യ അവിടേക്ക് 2016 ശേഷം ഒരു യാത്ര പോകുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവർക്ക് യാത്രാനുമതി അടക്കം നൽകിയിരുന്നില്ല. പിന്നെ ദില്ലി ഹൈക്കോടതിയിൽ നിന്നും അവർ പ്രത്യേക അനുമതി കൂടി വാങ്ങിയാണ് ഇപ്പോൾ പോകുന്നത്. മലയാളമല്ലാതെ മറ്റൊരു ഭാഷയെ അറിയില്ല. അവരുടെ അഭിഭാഷകനുമായൊക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പരമാവധി സന്നദ്ധ സംഘടനകളുടെ സഹായം, സേവനം അത് തേടിക്കൊണ്ട് അനുകൂലമായ നിലപാടെടുക്കാൻ, അനുകൂലമായ നടപടികൾ സ്വീകരിക്കാനാണ് ഒരുങ്ങുന്നത്. അവർ പ്രതീക്ഷിക്കുന്നത് മകളെ കാണാൻ സാധിക്കും. ആ കുടുംബം, മരിച്ചുപോയയാളുടെ കുടുംബം മാപ്പ് നൽകും, മകളെ ജീവനോടെ നാട്ടിലെത്തിക്കാൻ സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു. എല്ലാ സന്നദ്ധ സംഘടനകളും അവർക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും അവർ യാത്ര തിരിച്ചു. രാവിലെ 5 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പോയത്. ഇൻഡിഗോ വിമാനത്തിൽ യാത്രയായി മുംബൈയിൽ നിന്നും ഇനി യമനിലേക്കുള്ള യാത്ര ആരംഭിക്കും. താങ്ക് യു ശ്രീകാന്ത്. മുംബൈയിൽ നിന്ന് നേരിട്ട് ഏതൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. റോഡ് മാർഗമാണ് അവിടേക്ക് എത്താൻ കഴിയുക. നിങ്ങൾക്കറിയുന്ന ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ എംബസി ഉള്ളത്. ജിബൂട്ടി യഥാർത്ഥത്തിൽ വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് യമന്. ഈ സന എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ ഏറ്റവും എളുപ്പമാർഗ്ഗം റോഡ് ഡിസ്റ്റൻസാണ്. അത് 400 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും വലിയ കീറാമുട്ടി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിൽ ഇരയ്ക്കാണ് സ്വാതന്ത്ര്യം. ബ്ലഡ് മണി, അതായത് ദയാനിധി എന്ന് പറയുന്ന സാധനം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് മാപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കോടതി വീണ്ടും ഈ കാര്യം പരിഗണിക്കൂ. നമ്മൾക്ക് ഈ റിയാദിലുള്ള റഹീമിൻ്റെ കാര്യമായി ഇതിനെ താരപ്പെടുത്താൻ കഴിയില്ല. അവിടെ കുറേ അനുകൂലമായ സാഹചര്യമുണ്ട്. അവിടെ ഒരുപാട് മലയാളികൾ ഇതിനുവേണ്ടി റഹീമിൻ്റെ മോചനത്തിനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വളരെ കുറച്ച് മലയാളികൾ മാത്രമേ അവിടെയുള്ളൂ. എന്നാൽ അവർക്ക് ചില സഹായങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന. മകളുടെ മോചനം സാധ്യമാകും എന്നാണ് ഞാൻ അവരോട് ഇന്നലത്തെ പരിപാടിയിൽ പറഞ്ഞത്. അമ്മ ശരിക്കും മകളുടെ കൈയും പിടിച്ച് കൊച്ചിയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ആ നിമിഷമാണ് എൻ്റെ മനസ്സിലുള്ള സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യാത്രയാക്കിയിരിക്കുന്നത്. നമുക്കെന്തായാലും ഒന്നിച്ച് ശ്രമിക്കാം. മലയാളികൾ അണിചേർന്നാൽ എന്തും അസാധ്യമല്ല എന്ന് നമ്മൾ റഹീമിൻ്റെ കാര്യത്തിൽ തെളിയിച്ചാണ്. റഹീമിൻ്റെ മോചനവും 2 മാസത്തിനകം നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ നിമിഷപ്രിയയുടെ മോചനവും വളരെ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് മരുന്ന് കുത്തിവെച്ച്
അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും അയാൾ അതിനിടയിൽ ഈ മരിച്ചു പോയതും. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ ആപൽക്കരമായ കാര്യമുണ്ടാക്കുമെന്ന് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കൊരു ആത്മനിയന്ത്രണം വേണം. നിമിഷപ്രിയ ഇപ്പോഴും ജയിലിലാണ്. അവർക്ക് വധശിക്ഷ അവിടുത്തെ ഉന്നതമായ കോടതി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഇളവും ലഭിച്ചിട്ടില്ല. ബ്ലഡ് മണി അക്സെപ്റ്റ് ചെയ്യണോ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബം ആണ്. അതിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇടപെടാൻ പറ്റില്ല. ഗോത്രവംശജരാണ് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ ചിന്താഗതി തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി ഇപ്പോൾ തന്നെ ഒരു വീഡിയോ തന്നെ കുറച്ച് പ്രശ്നമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകളിട്ട് ഈ നിമിഷപ്രിയയുടെ ജീവന് നമ്മൾ അപകടം ഉണ്ടാക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്.